പുത്തൻവേലിക്കരയിൽ ബോധി വിവരാവകാശ സംരക്ഷണ സേന രൂപീകരിച്ചു. പൊതുജനങ്ങളിൽ വിവരാവകാശവും നിയമബോധവൽക്കരണവും സൗജന്യ നിയമസഹായ ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് സംഘടനയുടെ രൂപീകരണം. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ വിവരാവകാശ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തി വിവരാവകാശ നിയമവും മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുത്തൻവേലിക്കര ആസ്ഥാനമായി ബോധി വിവരാവകാശ സംരക്ഷണ സേന രൂപീകരിച്ചിരിക്കുന്നത്. നിഷാദ് ശോഭനൻ പ്രസിഡന്റും ബെറ്റി ആന്റോ ജനറൽ സെക്രട്ടറിയുമായി 14 കമ്മിറ്റിയാണ് നിലവിൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 2005 രൂപം കൊണ്ട വിവരാവകാശ നിയമവും 2010 രൂപീകൃതമായ സേവന അവകാശ നിയമപ്രകാരവും പറയുന്ന വിവരങ്ങൾ സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയും വിധം പ്രദർശിപ്പിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ പഞ്ചായത്ത്, പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ഓഫീസുകളിൽ നോട്ടീസ് നൽകി. പ്രസിഡന്റ് നിഷാദ് ശോഭനൻ, ട്രഷറർ ജോർലിൻ, PF കമ്മിറ്റി അംഗം MP ഷാജൻ എന്നിവരാണ് നോട്ടീസ് വിതരണം നടത്തിയത്. പൊതുജനങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട അർഹമായ ആവശ്യങ്ങൾക്ക് സഹായമായി സംഘടന ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് നിഷാദ് ശോഭനനും കമ്മിറ്റി അംഗവും പരിസ്ഥിതി പ്രവർത്തകനുമായ MP ഷാജനും പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വിവരാവകാശ നിയമം. അത് നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തീകരിക്കാനും കൂടുതൽ ഉപയോഗപ്പെടുത്തുവാനും എത്രമാത്രം ഉപയോഗപ്രദമാകും എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ ബോധവൽക്കരണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബോധി വിവരാവകാശ സംരക്ഷണ സേന രൂപീകൃതമായിക്കൊണ്ടിരിക്കുന്നത്. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ നമ്മൾ ഇതിൻ്റെ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 11ഓളം കമ്മിറ്റികളുണ്ട്. വിവരാവകാശ സംബന്ധമായിട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഈ സമീപ സർക്കാർ ഓഫീസുകളിൽ സാധിക്കും എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ അവബോധം കൊടുക്കുക, അതിനോടൊപ്പം തന്നെ ലഘുലേഖകൾ വിതരണം ചെയ്യുക, വിവരാവകാശത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതേപോലെ തന്നെ സൗജന്യ നിയമസഹായങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിവയാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. വിവരാവകാശ നിയമം 2005 ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പല സർക്കാർ ഓഫീസുകളിലും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രദർശിപ്പിച്ചിട്ടില്ല. വ്യക്തമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉള്ളതാണ്. ഓരോ പൗരനും അറിയാനുള്ള അവകാശം അതാത് സർക്കാർ ഓഫീസുകൾ കൃത്യമായി വിവരങ്ങൾ നൽകാനും അന്വേഷിക്കാനും അറിയുന്ന വിധത്തിൽ അത് പ്രദർശിപ്പിക്കണമെന്ന് വിവരാവകാശ ഓഫീസർ, അതാത് ഓഫീസുകളിലെ ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്, അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്, അല്ലെങ്കിൽ അതിന് അപ്പീൽ കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ വിശദമായി കൃത്യമായി എഴുതി ഓരോ ഓഫീസുകളുടെയും മുൻപിൽ വയ്ക്കണം. ഇതൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ രാജ്യം പാർലമെൻറ്റ് പാസ്സാക്കി അത് നടപ്പിലാക്കിയത്. അത് ഓരോ പൗരനും അവരുടെ സേവനങ്ങളും അവരുടെ അധികാരങ്ങളും കൃത്യമായി അറിയാനുള്ള അവകാശമാണ് നൽകിയിട്ടുള്ളത്.